ശ്രീ ഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതതോ ഉദ്ധിതഃ തമേവ ചാർച്ചയന്നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമംസ്യം ച യജമാനസ്തമേവ ച. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവന്നിത്യം സർവദുഃഖാതിഘോ ഭവേത്. ശ്രീ ഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സതതോത്ഥിതഃ തമേവ ചാർച്ചയന്നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമംസ്യം ച യജമാനസ്തമേവ ച. അനാദിനിധനം വിഷ്ണും സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാതിഘോ ഭവേത്. അർത്ഥം: ഭീഷ്മർ പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഭീഷ്മർ പറയുന്നതാണ് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം. ഈ ലോകത്തിൻ്റെ പ്രഭുവും, അതായത് നാഥനും, ദേവന്മാരുടെ ദേവനായ ബ്രഹ്മാവിൻ്റെ പോലും ദേവനും, അന്തമില്ലാത്തവനുമായ പുരുഷോത്തമനെ, അതായത് മഹാവിഷ്ണുവിനെ സഹസ്രനാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തൻ ദുഃഖവിമുക്തനായി ശുഭത്തെ പ്രാപിക്കും. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ആ പുരുഷോത്തമനെ തന്നെ, അതായത് മഹാവിഷ്ണുവിനെ നിത്യവും പൂജിക്കുകയും അദ്ദേഹത്തെ തന്നെ ഭക്തി പുരസ്സരം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന പുരുഷൻ, അതായത് ഭക്തൻ, ദുഃഖവിമുക്തനായി തീരും. മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ജനനം, സ്ഥിതി, വർധനം, മാറ്റം, നാശം, ക്ഷയം എന്നീ 6 നിലകൾ ഒന്നും ഇല്ലാത്തവനും ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനും ലോകാധ്യക്ഷനുമായ ആ ദേവനെ നിത്യവും സ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും. അതായത് അവൻ്റെ എല്ലാ ദുഃഖങ്ങളും ഭഗവാൻ മാറ്റിക്കൊടുക്കും.